അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമ്മളെ മക്കളെ നൽകി എന്നുള്ളത്. ആ മക്കളെ ദീനീപരമായി പഠിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് മടിയുള്ളവരാണ്. എന്നാൽ ഈ ചരിത്രം കേട്ടു നോക്കൂ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖബർസ്ഥാനിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ ഒരു മനുഷ്യനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം അതേ വഴിയിലൂടെ വരുമ്പോൾ ആ ഖബറാളി സ്വർഗീയ അനുഭൂതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനോട് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചറിഞ്ഞപ്പോൾ പറയുന്നത്, ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു. ആ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ആ കുട്ടി വലുതായതിനു ശേഷം ഒരു ഉസ്താദിൻ്റെ അരികിൽ ആ കുട്ടിയെ കൊണ്ട് ഏൽപ്പിക്കുകയും ആ ഉസ്താദ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഓതിക്കേൽപ്പിക്കുകയും ചെയ്തു. ആ കുട്ടി ഏറ്റതോതുകയും ചെയ്തപ്പോൾ റഹ്മാനും റഹീമുമായ ഞാൻ എങ്ങനെയാണ് അവൻ്റെ വാപ്പയെ ശിക്ഷിക്കുന്നത് എന്ന് അള്ളാഹു ലജ്ജിച്ചു എന്ന് ഈസാ നബിയോട് പറഞ്ഞ്, അത്രയും മഹത്വം ഒരു ബിസ്മി ഓതിയപ്പോൾ തന്നെ ലഭിച്ചെങ്കിൽ ഇൽമ പഠിക്കുന്ന വഴികളിൽ നമ്മുടെ മക്കളെ സജ്ജരാക്കി നിർത്തേണ്ടതുണ്ട്. ഭൗതികതയിലേക്ക് തിരിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ ഇൽമിൻ്റെ മേഖലയിൽ ഒരാളെയെങ്കിലും നിലനിർത്തി ഒരു പണ്ഡിതനാക്കാൻ, ഒരു മുത്തഅല്ലിമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.